പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും ജനോപകാരപ്രദമായിട്ടൊരു വീഡിയോ ഞാൻ ഈ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അത്യാവശ്യം വായുവും വെള്ളവുമാണ് അല്ലേ? മനുഷ്യനെ ജീവിക്കണമെങ്കിൽ വായുവും വേണം, വെള്ളവും വേണം. നിങ്ങൾ എൻ്റെ പുറവശത്തോട്ട് നോക്കിയേ. ജലജീവൻ മിഷൻ്റെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി 2 വർഷത്തിന് മുമ്പ് ഇട്ട പൈപ്പ്, 2 വർഷത്തിന് മുമ്പ് സ്ഥാപിച്ച പൈപ്പ് ഈ കഴിഞ്ഞ ദിവസം അതിങ്ങനെ വലിയ ഗർത്തമായിട്ട് നിന്നിട്ട് അവർ ഏതായാലും കോൺക്രീറ്റ് ചെയ്തു. ഇപ്പോൾ കോട്ടാങ്ങ പഞ്ചായത്തിൽ 8-ാം വാർഡിലാണ് നിൽക്കുന്നത്. പക്ഷേ കോൺക്രീറ്റ് ചെയ്തെങ്കിൽ പോലും 2 വർഷമായിട്ട് ഈ കുഴിയെടുത്ത് ഈ പൈപ്പ് സ്ഥാപിച്ച് പലയിടത്ത് ടാപ്പും വെച്ചിട്ടുണ്ട്. ഇതൊഴിച്ചാൽ ഇന്ന് വരെ ഇവിടെ വെള്ളം സപ്ലൈ ചെയ്തിട്ടില്ല. ജലജീവൻ മിഷൻ പറയുന്നത്, അവരുടെ അധികൃതർ പറയുന്നത് ടാങ്ക് നിർമ്മിച്ചിട്ടില്ല, വെള്ളം ശേഖരിക്കാനുള്ള ടാങ്ക് പഞ്ചായത്താണ് നിർമ്മിച്ച് തരണമെന്നാണ് പറയുന്നത്. ഇത് ജനങ്ങൾക്ക് എന്തറിയാം? ജനങ്ങളിത് അറിയുന്നുണ്ട്. ജനങ്ങളിത് എന്തിനു വേണ്ടി തിരക്കണം? കാരണം ഒരു പദ്ധതി അത് പൂർത്തീകരിക്കുന്നില്ല. 2 വർഷമായിട്ട് ഇതുപോലുള്ള ജനങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഏതാണ്ട് 100 കണക്കിന് കുടുംബങ്ങൾ ഈ കോട്ടാങ്ങാൽ പഞ്ചായത്തിന് വിവിധ സ്ഥലങ്ങളിൽ കുടിവെള്ളം 400, 500, 600, 700 രൂപ കൊടുത്താൽ ഇന്നും ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയൊരു ബാധ്യത തന്നെ ഉണ്ടായിരിക്കുക. കാരണം ഓരോ കുടുംബങ്ങൾ നിൽക്കപ്രതിയില്ല, വെള്ളം അടിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. അവർക്ക് കടബാധ്യതയാണ്. ആ കടബാധ്യത ഈ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നതിന് ഏറ്റവും വലിയ ദുരിതമാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ ഒന്നും അനങ്ങുന്നു പോലുമില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് വന്ന പൈപ്പിൻ്റെ മുകളിലൂടെ കോൺക്രീറ്റ് നിർമ്മാണം നടത്തി, നല്ല കാര്യം. പക്ഷേ ഇനിയും ഈ കുടിവെള്ളം എവിടെയെന്നാണ് ജനം ചോദിക്കുന്നത്. അതിനാരാണ് മറുപടി പറയേണ്ടത്? ജലജീവൻ മിഷൻ കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന സർക്കാരിന് കൊടുത്തത്. അങ്ങനെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജലജീവൻ മിഷൻ്റെ കുടിവെള്ള പദ്ധതി. അപ്പോൾ ഒരു പൈപ്പ് ഇട്ട് പോയിട്ട് അവർ പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടല്ല, ആ ടാങ്ക് നിർമ്മിച്ച് തരിക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ കടമ. സംഭവം ശരിയായിരിക്കാം, പക്ഷേ പഞ്ചായത്തും മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. ഇന്ന് വിധിയുടെ ബലിമൃഗം പോലെ ഇന്ന് ഈ പൈപ്പുകൾ ഇങ്ങനെ ജനങ്ങൾക്ക് കാണാം. പൈപ്പുകൾ സ്ഥാപിച്ചിട്ട് കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തിയായി, ടാപ്പ് കുറച്ചെടുത്തിട്ടുണ്ട്. 2 വർഷമാകുന്നു. ഈ അനാസ്ഥക്കെതിരെ അടിയന്തര നടപടി ബന്ധപ്പെട്ട അധികാരം. പുതിയ സർക്കാർ വന്നിട്ടുണ്ട്. ജലസേചന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മോൻസ് ജോസഫ്, അദ്ദേഹത്തെ ഈ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നു. അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾ ഇടപെടണമെന്നാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ. ഓക്കെ, താങ്ക് യു.